കാസർഗോഡുള്ള ഒരു ആൾ എന്റെ ഓപ്പോസിറ്റ് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ അത് പറയും. നിങ്ങൾ എന്നെ കൊണ്ടനാക്കണ്ട. പറഞ്ഞതാരാ? സീരിയസ് ആയിട്ട് അങ്ങനല്ല പറഞ്ഞേ. നമ്മളവിടെ കൊണ്ടന്മാരില്ല. സാനിഫിനെ ബിഗ് ബോസിൽ നിന്നും വിളിച്ചാൽ ഉറപ്പായും പോകും. യെസ്, പോവോ? ഉറപ്പായിട്ടും പോലെ. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 വിന്നറാണ് ഇവിടെ ഇരിക്കണേ. ഓ കുറച്ച് ദിവസങ്ങളിൽ നിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹൻചേച്ചിനെ ആർക്കാ ഇഷ്ടല്ലാത്ത? അനുചേച്ചിയുടെ നല്ലൊരു പടം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വാവളം നോക്കും. എന്റെ വീട്ടില് പ്രോബ്ലം ഇല്ല, പക്ഷെ സയൻസിയുടെ വീട്ടില് കുറച്ചുകൂടി അധികം സ്ട്രിക്റ്റ് ആണ്. ഓർത്തഡോക്സ് ആണോ? അതെ. ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഉമ്മ കോൾ ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും. അല്ലെങ്കിൽ ഉമ്മ പറയുമ്പോഴത്തേക്ക് തന്നെ ഉമ്മ കട്ട് ചെയ്തിട്ടോ. എല്ലാ പാരന്റ്സിനും ഒരിക്കലും അവരുടെ മകള് അല്ല കുട്ടികൾ ഇങ്ങനെ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുമില്ല. പാർട്ട്ണറിന്റെ മുമ്പത്തെ പ്രണയം തുറന്നു പറയുക. അത് കോളേജ് ടൈം ആയിരുന്നു. ഒരു 4 months കൂടിപ്പോയ ഒരു 1 year ഉണ്ടായിരിക്കും. മ്യൂച്വൽ ബ്രേക്കപ്പ് ആയിരുന്നോ? അല്ല, അവനെ തേച്ച് അടിച്ചിട്ടൊക്കെയാണ് പറയാ. പറയും നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് സുന്ദരി നീയും സുന്ദരൻ ഞാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു സുന്ദരി ഒരു സുന്ദരനാണ്. നമുക്ക് സുന്ദരിയും സുന്ദരൻ വെൽക്കം ചെയ്താലോ? സാനിഫരി ആൻഡ് അഞ്ജന ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പൊ നമ്മുടെ സെഗ്മെന്റിന്റെ പേര് സുന്ദരി നീയും സുന്ദരൻ ഞാനെന്നാണ്. അപ്പൊ ഞാൻ കുറച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. ഓക്കെ, തുടങ്ങാം. ഇപ്പൊ രണ്ടുപേരും യെസ്സും, ഇപ്പൊ ചേട്ടൻ യെസ്സും ചേച്ചി നോയും ആണ് പറയണെന്ന്. അങ്ങനെ തെറ്റിപ്പോയെങ്കിൽ ഒരു പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, തുടങ്ങാം. അതെങ്ങനെയാ മനസ്സിലായില്ല എനിക്ക്. രണ്ടുപേരും ഒരുപോലെ കാണിക്കണോ? ഒരേ ടൈം? അതെ, ഒരേ ടൈമിലല്ല. ഇപ്പൊ ചേച്ചി യെസ് ആണ്, ചേട്ടൻ നോ ആണ്. അങ്ങനെയാണെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. ഒരുമിച്ച്. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാവുന്നത് വീട്ടു ജോലി ചെയ്യുന്നതിന്റെ പേരിലാണ്. യെസ്, നോ, അല്ലേ? ഉണ്ടാറുണ്ട്. ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പിന്നെ എന്തിന്റെ പേരിലാണ് വഴക്കുണ്ടാക്കുന്നേ? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ചില സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാ. ചേട്ടൻ പണിയെടുക്കൂലേ വീട്ടില്? ഇല്ലേ? അപ്പൊ പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, നിനക്ക് പണിഷ്മെന്റ് എടുക്കും എടുക്കൂല? എടുക്കില്ല. ആണോ? നമുക്ക് ചേട്ടൻ ഒരു പണിഷ്മെന്റ് അല്ല, പക്ഷെ കൂടുതലും ഞങ്ങളുടെ അവിടെ മിക്ക ദിവസം അടി ഉണ്ടാവുന്നത്, അടി അങ്ങനല്ല, ഒരു തർക്കം ഉണ്ടാവുന്നത് വീട്ടുപണി തന്നെയാണ്. എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കില്ല. അത് പിന്നെ തിരക്കുള്ള സമയത്തൊക്കെ അങ്ങനെ എടുത്തെടുത്ത് വെക്കാൻ പറ്റും നമുക്ക്. ഫ്രീ ടൈം അത് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാനിഫിനെ ബിഗ് ബോസിൽ നിന്നും വിളിച്ചാൽ ഉറപ്പായും പോകും. യെസ്, പോവോ? പിന്നെ ഉറപ്പായിട്ടും പോലെ. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 വിന്നറാണ് ഇവിടെ ഇരിക്കണേ. ഓ കുറച്ച് ദിവസങ്ങളിൽ നിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആണോ? ഓക്കെ, അടുത്ത ബിഗ് ബോസ് കാണാൻ വെച്ചിട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സീരിയലിൽ സാനിഫ് ഇന്റിമേറ്റ് സീൻ ചെയ്യുന്നത് അഞ്ജനക്ക് ഇഷ്ടമല്ല. ഒന്നുകൂടി. സീരിയലിൽ ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടമല്ല. ചേട്ടൻ ഇന്റിമേറ്റ് സീൻ സീരിയലിൽ ചെയ്യണത് ചേച്ചിക്ക് ഇഷ്ടമല്ല. ഇഷ്ടാണോ? എനിക്കിഷ്ടാണ്. ചേട്ടൻ എന്താ കാണിക്കാത്തെ? അവളോട് ചോദിച്ചല്ലേ? ഒരുമിച്ച് വേണമെങ്കിൽ രണ്ടുപേർക്കും ഇഷ്ടമാണ് ഇന്റിമേറ്റ് സീൻ. റിയൽ ലൈഫ് ഒന്നും അല്ലല്ലോ. ആണോ? റിയൽ ലൈഫിൽ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലല്ലേ? ഞാൻ വിചാരിച്ചു ചേച്ചി നോയും ചേട്ടൻ യെസ് ഞാനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കരിയർ ഇങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്ത സമയത്ത് തൊട്ടേ ഞാൻ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഇങ്ങനെ ഒരു സീൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്തോ, പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതുവഴി പൊക്കോണം തിരിച്ചു കൊണ്ടുവരരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിനും പണിഷ്മെന്റ് ഇല്ല. എന്നാൽ വെറുതെ ഒരു പണിഷ്മെന്റ് വരട്ടെ. ഒരു പണിഷ്മെന്റ് ബാക്കിയുണ്ട്. പറഞ്ഞു, ഒരു പണിഷ്മെന്റ് വെറുതെ ചെയ്യോ? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പണിഷ്മെന്റ് ഞാൻ വിചാരിച്ചു നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചു.
ഓക്കെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പണിഷ്മെന്റ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞത് ചെയ്യുന്നു വിചാരിച്ചു. എന്തായാലും നിന്റെ ആഗ്രഹമല്ലേ ചെയ്യാം. ഓക്കെ, പറഞ്ഞോ. ഞാനല്ലേ ഇവളല്ലേ? അല്ല, ഇത് ചേട്ടനാ. ആ ചേച്ചി അഭിനയിക്കണേ. അയ്യോ അങ്ങനത്തെ അഭിനയില്ല, ചേട്ടനാണ് മെയിൻ പണി. ഓക്കെ, അല്ല ചേട്ടനല്ല ഇക്ക. ഓക്കെ, നോക്കട്ടെ. സോറി. പേര് വിളിച്ചാൽ മതി. ഏയ് അത് വേണ്ട, അത് വേണ്ട. ഓക്കെ. കാസർഗോഡ് സ്ലാങ്ങില് കാസർഗോഡ് ഒരു വേറൊരു ഭാഷയാണല്ലോ, ആ ഒരു ഭാഷയില് ചേച്ചീനെ പ്രപ്പോസ് ചെയ്യണം. എന്ത് പ്രപ്പോസ് ചെയ്യും? ഡയലോഗ് ഉണ്ടോ കയ്യില്? ഇല്ല, ഡയലോഗ് ഒന്നുമില്ല. കാസർഗോഡ് ഭാഷ അറിയൂല? എനിക്കറിയാൻ പാടില്ല. എങ്ങനെയോ മാറ്റിയെടുത്തത് അത്. മറന്നു ഞാൻ. അയ്യോ, ചേട്ടൻ കാസർഗോഡല്ലേ? ആ കാസർഗോഡ്. എന്നിട്ട് അറിയില്ല പറഞ്ഞത്? ഇല്ല, ഞാൻ മറന്നത് ശരിക്കും. ഇല്ല, എന്നാലും കുറച്ചൊക്കെ അറിയും. എങ്ങനെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നെ? ശരിക്കും എന്താ പറഞ്ഞു കൊടുത്താ അതുപോലെ അല്ലല്ല, ഇതൊക്കെ ഉള്ളിന്ന് വരുന്ന സാധനം. ഇതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞുതരാം? ഞാൻ ഓൾറെഡി മുമ്പ് പ്രപ്പോസ് ചെയ്തായിരുന്നു. അന്ന് അതൊന്ന് കുറച്ചും കൂടെ അത് അടിപൊളിയായിട്ട് ഞാൻ എങ്ങനെ ഇപ്പം എങ്ങനെ പറയാ, എനിക്കങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ സീരിയലിലൊക്കെ ആണെങ്കിൽ സീരിയലിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇതാ കിട്ടുന്നേ. അല്ല, ഞാൻ പ്രപ്പോസ് ചെയ്യാം. കാർലേ, പറയാ പറയും. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ചെല്ലുന്നേ. എവിടെ ചെല്ലുന്നു? എവിടെയും പോവാ? അല്ല, സീരിയസ് ആയിട്ട് ഞാൻ നിന്നോട് പറയുന്നേ. എനിക്ക് നിന്നെ കുറേ ദിവസമായിട്ട് കുറേ കാലമായിട്ട് നിന്നോട് പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അന്ന് നമ്മൾ കണ്ടതിന് ശേഷം ഞാൻ കുറേ തിങ്ക് ചെയ്ത് നിന്നോടുള്ള ഇഷ്ടം എനിക്ക് നിന്നോട് പറയണമെന്നല്ലോ. പക്ഷെ ഒരു അവസരം കിട്ടിയില്ല. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോ അത് പറയണ്ടേ? ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോ ഇത് കാസർഗോഡ് ലാംഗ്വേജ്. എന്റെ അടുത്ത് ഒരു കാസർഗോഡ് ഒരുത്തനെ കൊണ്ട് നിർത്തിയാൽ ഞാൻ പറയും. അയ്യേ, അല്ല അങ്ങനെ മനസ്സിലായില്ലേ? അതല്ല, കാസർഗോഡുള്ള ഒരു ആൾ എന്റെ ഓപ്പോസിറ്റ് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ അത് പറയും. പക്ഷെ ഇതിൽ എന്തായാലും ഇങ്ങനെ കയറി വരും. നിങ്ങൾ എന്നെ കൊണ്ടനാക്കണ്ട. പറഞ്ഞതാരാ? സീരിയസ് ആയിട്ട് അങ്ങനല്ല പറഞ്ഞേ. നമ്മളവിടെ കൊണ്ടന്മാരില്ല. അടുത്ത പണിഷ്മെന്റ് മ്യൂസിക് സെഗ്മെന്റ് ആണ്. അപ്പൊ ഞാനൊരു പാട്ട് അഭിനയിക്കും, അത് ഏതാന്ന് പറയണം. ഓക്കെ, ഞാൻ അഭിനയിക്കണോ? വേണം വേണം വേണം. പണിയൊന്നല്ല, ഞാനൊരു പാട്ട് അഭിനയിക്കും, അത് ഏത് പാട്ടാന്ന് പറഞ്ഞാൽ മതി. അഭിനയിക്കും. അഭിനയിച്ചു കേട്ടോ? ഇവൻ ആരാ? ആരാ? ഡ്രസ്സോ? ബ്ലാക്ക്. ഒരു മിനിറ്റ്, എണീച്ചൊന്ന് അഭിനയിച്ചോട്ടെ. ഒരു മിനിറ്റ്. ഇല്ല, ക്യാമറ മുമ്പിലായി പോയി. എത്ര ചേച്ചി ഒന്ന് കണ്ണടച്ചിരിക്കണം. അല്ല, രണ്ടുപേരും ഒന്ന് കണ്ണടച്ചിരിക്കണം. ഓക്കെ, അറിയാത്ത പോലെ. ഞാനത് ഓൾറെഡി പാട്ടറിയോ? ഇല്ല. ഓക്കെ, കണ്ണടച്ചിരിക്കണേ. നിങ്ങൾ ഉറങ്ങുക കേട്ടോ. ഉറങ്ങുക, കണ്ണടച്ചിരുന്നോ? അല്ല, എനിക്ക് അങ്ങോട്ട് പോണം. കണ്ണടച്ചിരുന്നു എങ്ങനെയാ? കണ്ണടച്ച് ഇരിക്കുവല്ല, നിങ്ങൾ ഉറങ്ങുക. നിങ്ങൾ ഉറങ്ങുക. ഓക്കെ, ചേച്ചി കണ്ണടച്ചിട്ടില്ല. അടക്ക്, കാര്യം പറയുന്നല്ലേ. കണ്ണുറന്നോ? എന്തെങ്കിലും കാണാണ്ട് പോയിട്ടുണ്ടോ? കണ്ണടച്ചിരുന്നിട്ട് എന്താ കാണാണ്ട് പോവാ? എന്റെ മാല കമ്മല മൈൽ സ്റ്റോൺ. ഇപ്പൊ ചേട്ടൻ എന്താ പറഞ്ഞേ? അയ്യോ സോറി, മിണ്ടാൻ പാടില്ല അല്ലേ? നിന്റെ കയ്യിൽ എന്തെങ്കിലും സാധനം എന്റെ ഫോൺ ആര്? കള്ളൻ. ഇതാണ് അഭിനയിച്ചത്. പൊളി. ഓക്കെ,
ഓക്കെ ഓക്കെ കള്ളൻ. ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞു കൊടുത്തോട്ടെ. 3 വാക്കുണ്ട് കേട്ടോ. 5.5 കൊക്കര കള്ളന്. അങ്ങനെയാണ് പാട്ട്. പാട്ടാ. ഓക്കേ. ഒന്നും 2 ഒന്നും ആ ആ. ഇവിടെ പറഞ്ഞു കൊടുക്കണ്ട. പറ്റൂല. ആ 3 ആ ഞാൻ പറഞ്ഞല്ലോ 3 വാക്കുള്ളത്. സോറി. കള്ള ആ കള്ള ആ കൊച്ചു കള്ള. ആ. കള്ള കൊച്ചു കള്ള. ബാക്കി അടിച്ചു മാറ്റി അത് കൊടുക്ക്, അത് തിരിച്ചു കൊടുക്ക്. ഞാനൊരു കള്ളനൊരു ഒറിജിനാലിറ്റി. വല്ലാത്തതായി പോയി. ഓക്കെ. അല്ല അതിനെന്തിനാ കണ്ണടച്ചൊക്കെ ഇരിക്കുക? ഉറങ്ങണ അടിച്ചു പോലെ. മാറ്റാൻ കള്ളനല്ലേ. കണ്ണ് തുറന്നിരിക്കുമ്പോ ആരെങ്കിലും അടിച്ചു മാറ്റുമോ? ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചെയ്തില്ല, ഒത്തില്ല അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, അടുത്ത സെഗ്മെന്റിന്റെ പേരാണ് മേഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വായിക്കും, പിന്നെ ആൻസേഴ്സ് നിങ്ങൾ ഇങ്ങനെ എഴുതണം. നല്ല വലുപ്പത്തിൽ എഴുതിക്കോട്ടെ, എന്നാലാണ് ക്യാമറയിൽ കാണാൻ പറ്റുള്ളൂ. തെറ്റ് കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, എന്തുതരം പനിഷ്മെന്റാ? അത് നിങ്ങൾ തെറ്റിക്കണ പോലെ ഇരിക്കും. ഞങ്ങൾ തെറ്റിക്കാണ്ടിരുന്നല്ലോ. എന്നാ പിന്നെ പണിഷ്മെന്റ് ഇല്ല. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് തെളിയണില്ലേ? തെളിയണില്ല, ഇത് പൊളിഞ്ഞു പോയിന്നുണ്ട്. ഓക്കെ, വായിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നു. ടൊവിനോയുടെയും നിവിൻ പോളിയുടെയും സിനിമകളാണ് അവിടെ ഉള്ളത്. നിങ്ങൾ ആരുടെ സിനിമ ചൂസ് ചെയ്യും? എന്താ എന്താ പക്ഷെ അത് നിക്ക് ശരിക്കല്ലേ കളി നടക്കണമെന്ന് മനസ്സിലാവാ. പക്ഷെ അത് അങ്ങനെ ഇങ്ങനെ ഇത് നോക്കുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റിനെ നോക്കിയിട്ടല്ല, നമ്മൾ ആ മൂവി നോക്കിയിട്ടാണ് പോവാറ്. പക്ഷെ എന്നാലും എഴുതാം നിവിൻ പോളി. ആ കൊള്ളാം. അല്ലല്ല അതന്നെ ഞാൻ ഓൾറെഡി എഴുതിയതാ. ചേച്ചി എന്താ എഴുതി? ടൊവിനോ. സെയിം തന്നെയാ? ഓക്കെ, ടൊവിനോ. പക്ഷെ അങ്ങനെ ഞങ്ങൾ ആർട്ടിസ്റ്റ് നോക്കി പോകാറില്ല, ചിലത് മാത്രം. പിന്നെ ടൊവിനോ എന്ന് പറഞ്ഞപ്പോ ചിരിച്ചേ? അല്ല, ഇത് പറഞ്ഞപ്പോ ചിരിച്ച എന്തിനാ? കൺഫ്യൂഷൻ വന്നാ ചിരിക്കൂ. അതെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4 മണി പലഹാരങ്ങളിൽ അഞ്ജനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? 4 മണിക്ക് സാധാരണ ലഞ്ചൊക്കെയാണ് ഇപ്പൊ കഴിക്കാറ്. 4 മണിക്ക് ലഞ്ചാ കഴിക്കാം. എന്നാലും ഉണ്ടാവില്ലേ പഴംപൊരി, വട, അട, സുഗിയൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ടോ? ഒന്നും ഇഷ്ടല്ല. ഇത് മാത്രല്ല കേട്ടോ, വേണമെങ്കിൽ ഷവർമ്മയൊക്കെ എഴുതാം. അതൊരു 4 മണിക്ക് കഴിക്കൂലോ. ആണല്ലേ? ശരി. പക്ഷെ പറഞ്ഞോന്ന് എഴുതരുത് കേട്ടോ. ഇല്ല കേട്ടോ. കാണിച്ചോട്ടെ. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ? അല്ല, ഷവർമ്മ ശരിക്കും ആ ടൈമിൽ കഴിക്കാൻ ഇഷ്ടമാണ് 4 മണിക്ക്. അതെ. കള്ളക്കളിയാണ്. അല്ലല്ല, അതാ സത്യം. ഓക്കെ, ഒരു രീതിയിൽ പനിഷ്മെന്റ് തരാൻ പറ്റുന്നില്ലല്ലേ? സങ്കടം ഉണ്ടല്ലേ? നല്ല സങ്കടം ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം സംസാരിക്കുന്ന വിഷയം? ചേട്ടൻ ഓക്കളെ കണ്ടിട്ട് നോക്കണ്ട്. ഇങ്ങനെ ഇങ്ങനെ നോക്കൂലേ? സീരിയസ് ആയിട്ട് ഞാൻ പല പല ഓരോ ദിവസങ്ങളിൽ ഓരോന്നായിരിക്കും. നമ്മള് സംസാരിക്കുന്ന കോമൺ ആയിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരു മടുപ്പില്ലാണ്ട് സംസാരിക്കുന്ന കാര്യം അതല്ലേ? മറ്റേ ഓക്കെ, എന്തായാലും തെറ്റും, എന്തായാലും തെറ്റും, എന്തായാലും തെറ്റും. കാണിച്ചു കൊടുത്ത് നോക്കട്ടെ.
നെക്സ്റ്റ് വീക്കോ നെക്സ്റ്റ് വർക്ക് വർക്ക് വീട് ക്ലീൻ. ഇവള് സാധാരണ ചേച്ചി കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ചിന്തിച്ചു. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല, ഞാൻ സാധാരണക്കാരനായിട്ട് ചിന്തിച്ചു. അപ്പൊ ഇതിന് പണിഷ്മെന്റ് ഉണ്ട്. എപ്പോഴും ഞങ്ങള് പറയാ വർക്കിന്റെ കാര്യം എന്തായാലും പറയുന്നുണ്ട്, പക്ഷെ ഫുൾ ടൈം പറയാതെ തന്നെയാ നെക്സ്റ്റ് വർക്കിനെ കുറിച്ചിട്ട്. പണിഷ്മെന്റ് പറയട്ടെ. പാർട്ട്ണറിന്റെ മുമ്പത്തെ പ്രണയം തുറന്നു പറയുക. ഏത് പാർട്ട്ണറിന്റെ? ഇപ്പൊ ചേച്ചിയുടെ പാർട്ണർ ചേട്ടൻ, ചേട്ടന്റെ പാർട്ണർ ചേച്ചി. ഇപ്പൊ തെറ്റിയത് സേനിക്കാണല്ലോ, അപ്പൊ സേനിയാണ് പറയണ്ടേ. അപ്പൊ ചേട്ടന്റെ കണ്ണില് ചേച്ചിയുടെ തെറ്റി, ചേച്ചിയുടെ കണ്ണില് ചേട്ടന്റെ തെറ്റി. രണ്ടുപേരും പറയണം. രണ്ടുപേരും പറയണം. ചേച്ചിയുടെ പ്രണയത്തിന്റെ മുമ്പ് അല്ല പ്രണയത്തിന് വിവാഹത്തിന് മുമ്പുള്ള പാർട്ണറിനെ പറ്റി ചേട്ടൻ പറയും. ചേട്ടന്റെ മുമ്പത്തെ സോറി ചേച്ചിയുടെ മുമ്പത്തെ പ്രണയത്തിനെ കുറിച്ച് ചേച്ചി പറയും. ചേട്ടൻ പറയോ? ഞാൻ പറയില്ല, എനിക്കറിയില്ല. ചേട്ടൻ പറയുമ്പോൾ അതിന്റെ ഒരു ഇതുണ്ടാവുള്ളൂ. അറിയാം. ഒന്ന് പേരൊന്നും അറിയില്ല എനിക്ക്. പേരൊന്നും അല്ല ഞാൻ പറയണ്ട. അല്ല കാര്യം വെച്ചാ പേരൊന്നല്ല, കാര്യം വെച്ചാൽ ഞാൻ ഇതൊന്നും പൊതുവെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഓർത്ത് വെക്കാറേ ഇല്ല. അതെ, ഇവിടെ കേൾക്കും ഇവിടെ വിടും. അറിയാം, പക്ഷെ അതിനോടൊന്നും ഉണ്ടായിരുന്നു ഒരു സംഭവം ഉണ്ടായിരുന്നു മുമ്പ്, പണ്ടെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് എന്താവും പിന്നെ എത്ര മാസത്തിലാ? 10ലൊന്നും അല്ല, കോളേജ് ടൈം. കോളേജ് ടൈം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറയണ അത്രയാണ്. എനിക്ക് ഓർമ്മയില്ല, സീരിയസ് ആയിട്ട് ഞാൻ മറന്നതാ. അയ്യോ എന്നാ ചേച്ചി പറ. സേനിന്റെ കുറിച്ചിട്ടാ? അല്ലല്ല എന്റെ ആണോ? അത് കോളേജ് ടൈം ആയിരുന്നു. ഒരു 4 months ആണോ, കൂടിപ്പോയ ഒരു 1 year ഉണ്ടായിരിക്കും. മ്യൂച്വൽ ബ്രേക്കപ്പ് ആയിരുന്നോ? അല്ല, അവൻ എന്നെ തേച്ചു. ഇത്രയും തങ്കപ്പെട്ട ചേച്ചിനെ എങ്ങനെ തേക്കാൻ? റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. തങ്കമ്മ റിഗ്രറ്റ് ഉണ്ടാവും. അതെ, റിഗ്രറ്റ്. ഇനി ചേട്ടന്റെ ചേച്ചി ഞാൻ പറയണല്ലേ? അയ്യോ, അത് ഏത് എവിടെ നിന്ന് തുടങ്ങാനാന്നൊക്കെ. എന്റെ ഏതാ പറയാ, കുഞ്ഞുനാളിലുള്ളതാ? അല്ല, റീസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുച്ചുണ്ടായിരുന്നു. ആരാ ചേച്ചി? ചേട്ടനാ? അതെ. സോറി, ചേട്ടനാണോ ചേച്ചി? ആറ് തേച്ചത് നീ? അതാണ്, ഒന്നിൽ കൂടുതലുള്ളപ്പോ അവൻ കൺഫ്യൂഷൻ ആണ്. കൊറേ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഉണ്ടായിരുന്നതില് സാനിയാണ് തേച്ചത്. സാനിയാണ് തേച്ചതാ. എന്തിനാ ചേട്ടാ തേച്ചേ? ആരാന്ന് അത് പറയാൻ പറ്റില്ലല്ലോ, പാവല്ലേ. അതല്ല, അയ്യോ പേരൊന്നും പറയണ്ട. പിന്നെ എന്തിനാ തേച്ചേ? എപ്പോഴത്തെ കാര്യം പറയുന്നേ? ലാസ്റ്റ് നിനക്ക് ഉണ്ടായിരുന്നേ നമ്മുടെ മാരേജ്. ശരിയാ. അതെ, തേച്ചതൊന്നുമല്ല, പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം. അത് അങ്ങനെയാണ്. ആണോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും. എന്തോ കൊറേ നേരം ആലോചിക്കണം. ചിലത് ഞാൻ മറന്നുപോയി, എന്താന്ന് അറിഞ്ഞൂടാ. ആണോ? കാര്യം നമ്മളെ പാസ്റ്റ് അല്ലേ, നമ്മളത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോട്ടോ. ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാനിഫിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള യുവനടി? ആരിഷ്ടല്ല? വിഷയാവണോണ്ടാണ് ഇഷ്ടമല്ല എന്നൊക്കെ പറയണേ. നടിമാരൊന്നും ഇഷ്ടമല്ല എനിക്ക്. ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമാണ്, പക്ഷെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഇഷ്ടമില്ല. മലയാളത്തിലും ഏതിലായാലും ഇല്ല. ആക്ടേഴ്സിനാണ് എനിക്ക് ഇഷ്ടം, മീൻസ് നടന്മാരാണ് എനിക്ക് ഇഷ്ടം. എന്നാ നടൻ. ഇത് വായിച്ചിട്ടില്ല, ഒരു മിനിറ്റ്. ചേട്ടാ, എന്താ ഹണി ചേച്ചിന് ഇഷ്ടമല്ല? ഹണി ചേച്ചിന് ഇഷ്ടമാണ്, അല്ലാണ്ട് ഞാൻ പിന്നെന്താ എഴുതാത്തെ? ഇവിടെ എല്ലാരും ഹണി ചേച്ചി ഫാൻസാ. ചേട്ടാ ഇവരൊക്കെ ഞാൻ കുറച്ച് മാറ്റി പിടിക്കണ്ടേ? മറ്റേ സാധനം ഹണി ചേച്ചിനെ ആർക്കാ ഇഷ്ടല്ലാത്ത? ഇന്റർവ്യൂ കണ്ട് എഴുതാത്ത? ഹണി ചേച്ചിയുടെ നല്ലൊരു പടം വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ എല്ലാരും വാവളും നോക്കും. ഏത് പടാ? റേച്ചൽ. അത് ചേട്ടനുണ്ടോ? ഇല്ല. ഹണി ചേച്ചി ഇല്ലേ? ഹണി ചേച്ചി ഉണ്ട്.
ആ. ചേച്ചി എന്ത് എഴുതാത്തെ? എഴുതിയോ? ആ അയ്യോ ആ ഇക്കാന്ന് എഴുതി എത്ര ഇക്കാമാരുണ്ട്? ഇക്ക വണ്ണാനുള്ളി മമ്മൂക്ക. ആ ഹാ മമ്മൂക്ക കൊറേ അല്ല, മമ്മൂക്കല്ല കൊറേ ഇക്കാമാരുണ്ട് ട്ടാ. ഇല്ല ഇല്ല നമുക്ക് കുഞ്ഞിക്ക, ഇക്ക എന്ന് പറയുമ്പോ കുഞ്ഞിക്ക കുഞ്ഞിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ അതൊരു ഇക്കയാണല്ലോ. ശരി, അല്ല, എന്താ ഉണ്ട്. നിന്റെ തെറ്റി? Punishment ഉണ്ട്, punishment ഉണ്ട്. Punishment ചേച്ചിയാ തെറ്റിച്ചേ. കൊടുക്കണം, നിർബന്ധമായിട്ട് ചേച്ചിയാ punishment കൊടുക്കണം. തെറ്റിച്ചേ. അടുത്ത പണിഷ്മെന്റ് എന്താന്ന് ആൻസർ വെച്ചാല് സെയിം അല്ലേ? ആ. അഞ്ജനയ്ക്ക് സാനിഫിന്റെ വീട്ടുകാരോട് പറയാനുള്ളത് എന്താണ്? ഇവിടെ നോക്കി പറഞ്ഞോ. ഇതിന്റെ punishment അല്ലല്ലോ ഇത് ഇത്. പണിഷ്മെന്റാ, ഇതൊക്കെ ഒരു ഇത് പണിഷ്മെന്റ്. punishment അല്ല, serious ശരിക്കും ആയിട്ടല്ല. ഇതൊരു പണിഷ്മെന്റാ. എനിക്ക് തന്ന പണിഷ്മെന്റ് ഇത്, അപ്പൊ ഞാൻ അത് കൊടുത്തു. വേണ്ടായിരുന്നു. ഇവിടെ നോക്കി പറയണേ. എന്തിനാ ഈ പാവത്തിന് പനിഷ്മെന്റ് കൊടുക്കുന്നത്? എനിക്ക് സെഞ്ചുടെ ഫാമിലി ആരോടാ ഉമ്മനോടാ? എന്താ പറയാനുള്ളത് പറഞ്ഞു. ഹായ് ഉമ്മ, ഹായ് ഉപ്പ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാണാൻ കഴിയാത്തതിൽ രണ്ടുപേരെയും കാണാൻ കഴിയാത്തതിൽ വിഷമമൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ടാറ്റ, ലവ് യു. ഓക്കെ, പോരെ? കരയുവാണോ? അല്ല കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് പോവാൻ പറ്റിയിട്ടില്ല? സാനിയുടെ വീട്ടിലേക്കാ? ആ. ഇല്ല. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഒരു 3 വർഷത്തിന്റെ അടുത്തായി. ആണോ? ലൈക്ക് അവര് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതുകൊണ്ടാ? എന്റെ വീട്ടില് പ്രോബ്ലം ഇല്ല, പക്ഷെ സെൻസിയുടെ വീട്ടില് കുറച്ചുകൂടി അധികം സ്ട്രിക്റ്റ് ആണ്. ഓർത്തഡോക്സ് ആണോ? അതെ, കാസർഗോഡാണ്. അപ്പൊ അവർക്ക് അക്സെപ്റ്റ് ചെയ്തോന്ന് ചോദിച്ചാ അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ ഇല്ല. ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ആണോ? ഫോട്ടോസും വീഡിയോസും ഡെയിലി അവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ അറിയാറുണ്ട്, പക്ഷെ കാണാൻ ഇല്ല. ലൈക്ക് കോൾ ചെയ്തോ സംസാരിക്കാനോ ഒന്നിനും? ഉമ്മ കോൾ ചെയ്യുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും. ഹലോ ഉമ്മ പറയുമ്പോഴത്തേക്ക് തന്നെ ഉമ്മ കട്ട് ചെയ്തിട്ടോ. ഉമ്മ കട്ട് ചെയ്തിട്ടല്ല, ഉമ്മ കട്ട് ചെയ്തിട്ട് പോവും. ആണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാ? ആ ഓ, എനിക്കറിയില്ലായിരുന്നു അത്. ആണോ? അല്ല, അപ്പം ലൈക്ക് ഇത് പെട്ടെന്ന് അവര് അറിഞ്ഞപ്പം അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഓഫ്കോഴ്സ് എല്ലാ പാരന്റ്സിനും ഒരിക്കലും അവരുടെ മകള് അല്ല കുട്ടികൾ ഇങ്ങനെ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുമില്ല, ഇഷ്ടാവത്തുമില്ല. ലൈക്ക് ആദ്യം വീട്ടില് സംസാരിച്ച് നോക്കിയിരുന്നോ? എന്റെ വീട്ടില് സെഞ്ചു വന്ന് സംസാരിച്ചു, ആ. പക്ഷെ അവര് ഓക്കെ അല്ലായിരുന്നു. സോ ഇതിപ്പോ 2 വീട്ടിൽ സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിയപ്പോ ആദ്യം വീട്ടിൽ വന്നിട്ട് ഫോണിൽ സംസാരിച്ചു. ഫോണിൽ സംസാരിച്ചു തോന്നിയപ്പോ ഞങ്ങൾ തന്നെ ഡിസിഷൻ എടുത്തു. പിന്നെ അത് കഴിയുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ വീട്ടില് കുറച്ച് ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഓൾറെഡി അവര് മാരേജ് ചെയ്തു. സോറി, ഞങ്ങൾ മാരേജ് ചെയ്തു. പിന്നെ അവര് പിന്നെ സപ്പോർട്ടീവ് ആണ്. പക്ഷെ സാനിയുടെ വീട്ടില് ഡിഫറെന്റ് റിലീജിയൻ ആണല്ലോ, റിലീജിയസ് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട്. ഉപ്പ ഓക്കെയാണ്, ഉപ്പ ഓക്കെയാണ്, ബ്രദേഴ്സും ഓക്കെയാണ്. ഉമ്മ ഓക്കെ ആവും. ഓക്കെ ആവട്ടെ. ആ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അഞ്ജനയുടെ ഏറ്റവും ഫേവറേറ്റ് ചോക്ലേറ്റ്? ഞാൻ എന്തും കഴിക്കല്ലേ. കാര്യമില്ല. അറിയൂലേ? ഇല്ല, ഞാൻ ചോക്ലേറ്റ് കഴിക്കാറില്ല. ഉണ്ട്, അങ്ങനെ ഒരു ഇന്നതൊന്നുമില്ല, എല്ലാം കഴിക്കും. എന്നാലും എഴുതിക്കോ, തെറ്റിപ്പോയി നമുക്ക് പണിഷ്മെന്റ് ചെയ്യാലോ. ഭാഗ്യം, രക്ഷപ്പെട്ടു. നോക്കിയപ്പം ഇല്ലല്ല, ഞാൻ പറഞ്ഞില്ല ചേട്ടൻ ഓക്കളെ കണ്ടിട്ട് നോക്കണം. ഇല്ല, ഓക്കെ കണ്ടിട്ട് നോക്കില്ല. ഓക്കെ.